നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടനും അനിയനും ഒരുമിച്ച് സിഗരറ്റ് വലിക്കുന്നത് ഇവിടെ മാത്രമേ കാണൂ. സ്വന്തമായിട്ട് കുറച്ച് വസ്തു വാങ്ങണം, എന്നിട്ട് വേണം അതിലൊരു ഉഗ്രൻ വീട് പണിയാൻ. അച്ഛൻ സ്വപ്നം കണ്ട പോലെ മാനത്തെ കൊട്ടാരം പോലൊരു വീട്. എന്നിട്ട് സുചിത്രയും ഗൂഗിളിനെയും കൂട്ടി അങ്ങോട്ട് താമസം മാറണം. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ ഏട്ടൻ പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്ന നക്കാപ്പിച്ച കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. സ്വന്തമായി പറമ്പ് വാങ്ങി വീട് വെക്കണമെങ്കിൽ ബഡ്ജറ്റ് 1 കോടിയിലൊന്നും നിൽക്കില്ല. പിന്നെ എന്ത് ചെയ്യും? ഏട്ടാ, ഏട്ടത്തിയുടെ വക ഷെയർ ലക്ഷക്കണക്കിന് കിട്ടാനുണ്ടായിരിക്കും അല്ലേ? നിർത്തടാ, നീ എന്താ കളിയാക്ക? എടാ, എന്റെ ഭാര്യയ്ക്ക് കാൽപ്പണത്തിന്റെ ഷെയർ ഇല്ലാത്തതും നിന്റെ ഭാര്യയ്ക്ക് കോടിക്കണക്കിന് സ്വത്തുള്ളതും തുല്യം തന്നെയാ. ഹരിതയുടെ ഷെയറായി ചില്ലിക്കാശ് പോലും കുറുപ്പ് നിനക്ക് തരാൻ പോണില്ല. അതൊക്കെ തക്ക സമയത്ത് ഒതുക്കിയെടുക്കാൻ ഈ മനോജിനറിയാം. അതൊക്കെ എവിടെ നിൽക്കട്ടെ, പറമ്പ് വാങ്ങാനും വീട് വെക്കാനും ഏട്ടൻ എവിടുന്നാ പണം? ആദ്യം അതറിയട്ടെ. എടാ, കാൽ കാശ് പോലും പലിശയില്ലാതെ കോടിക്കണക്കിന് പണം വിക്രം എനിക്ക് കടം തരും. തഞ്ചത്തിൽ വർഷയെ കൊണ്ടത് സംഘടിപ്പിച്ചെടുത്തിരിക്കും ഈ പ്രകാശൻ. അങ്ങനെ പറമ്പും വീടുമായി സ്വന്തം കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ എടാ, വിക്രം എന്റെ സ്വന്തം അളിയനാ. കടം തന്ന പണം അളിയൻ തിരിച്ചു വാങ്ങാനും പോണില്ല. അങ്ങനെ പ്രകാശന് വീടായി പറമ്പായി 10 പൈസ പോലും സ്വന്തം പോക്കറ്റിൽ നിന്ന് ചോരുന്നതുമില്ല. അതാടാ പ്രകാശന്റെ ബുദ്ധി. എന്നാ എന്റെ ഭാവി സ്വപ്നവും വിക്രമിനെ കേന്ദ്രീകരിച്ച് തന്നെയാ. ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനുള്ള പണം വിക്രം എനിക്ക് തന്നിരിക്കും. ഓ പിന്നെ, ഒരിക്കലും സ്റ്റാർട്ടാവാത്ത നിന്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ് അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ. നിന്റെ അമ്മായിച്ചൻ കുറിപ്പില്ലേ, 5ന്റെ പൈസ പോലും നിനക്ക് തരാൻ പോകുന്നില്ല. ഹരിത തരുന്ന നക്കാപ്പിച്ചേൻ പറ്റിക്കൊണ്ടേ അവളുടെ പിന്നാലെ മണിയടിച്ച് നടക്കാനാ നിന്റെ വിധി. കളിയാക്കിക്കൂ. ലോകത്തുള്ള സകല മഹാമാരും ഇതുപോലുള്ള ചീപ്പ് കൊച്ചാക്കലിന് വിധേയരായിട്ടുണ്ട്. ഇത് കളിയാക്കലല്ല, എന്റെ ഉയർച്ചയിലേക്കുള്ള പിന്താങ്ങലായി ഞാൻ ഇതിനെ കാണുന്നു. ഇൻസ്പിറേഷൻ. ഓ പിന്നെ, ഏട്ടൻ നോക്കിക്കോ, എനിക്കും ഒരു നല്ല കാലം വരും. എന്റെ സമയവും തെളിയും. ഈ സ്വപ്നങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. വിക്രം മനുഷ്യനല്ല, പിശാച. രക്തം കുടിക്കുന്ന പിശാച്ച്. വർഷ പോയിരിക്കുന്നത് സ്വർഗത്തിലേക്കല്ല, ആ പിശാച്ചിന്റെ തടവറയിലേക്കാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.